അപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ICU ഡയറക്റ്റ് ആയിട്ടാണ് ഡിസ്ചാർജ് ആയിട്ട് വ്യക്തി നമ്മുടെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോയത്. ശരിയാണ്, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കഴുത്തിന് ഒരു ചെറിയൊരു ഒളുക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ICU അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിവേസ്, അത് അവരുടെ കംഫേർട്ട് ആൻഡ് ഡിസ്കംഫേർട്ട്, അത് അവർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ ICU നേരിട്ട് ഡിസ്ചാർജ് ആയിട്ട് വാർഡിലേക്കൊന്നും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് അത് നേരെ വാർഡിലേക്കൊന്നും മാറ്റാതെ നേരെ ICU ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ബട്ട് എനിവേസ്, വേറൊരു കാര്യത്തിൽ പറയാം. അതായത് അങ്ങനത്തെ ഒരു ഉന്തും തള്ളും കാരണമാണ് ഒരു പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞതുകൊണ്ടോ മലഞ്ഞതുകൊണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴുത്തിന് ഒഴുക്ക് പറ്റിയത്. ഇഞ്ചുറിയുടെ കാരണം ആ പ്രതിഷേധം തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം, അതൊക്കെ പറയുന്നത് നമുക്ക് ഇന്നലെ കണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യം പകൽ പോലെ സത്യമായിരിക്കുകയാണ്. അപ്പൊ എനിവേസ്, എനിക്ക് ചിന്തിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് ഇടയ്ക്ക് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് എണീച്ച് ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് കഴുത്തിന് ഉൾക്കൊക്കെ വരേണ്ട, അന്നേരം തന്നെ പോയി ICU അഡ്മിറ്റ് ആവണം എന്നുള്ള കാര്യം ആരും മറക്കാൻ പാടില്ല കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതോടുകൂടി കേരള ജനതയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്, കഴുത്തിന് ചെറിയൊരു ഉളുക്ക് വന്നാൽ അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുമ്പോഴോ ഒരു ചെറിയ ഡിസ്കംഫർട്ട് ആയിട്ട് പോയി ഉടനടി ICU അഡ്മിറ്റ് ആവുക. ഓക്കെ, അതിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇല്ല. ഉടനടി ICU അഡ്മിറ്റ് ആവുക. ഇതൊരു പാഠമായിരിക്കട്ടെ നമുക്ക്, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ തന്ന ഒരു പാഠം.